നിലമ്പൂർ എം.എൽ.എ ആയിരുന്ന പി.വി. അൻവർ ഇടതുപക്ഷവുമായി സകല രീതിയിലും ഉടക്കിൻ്റെ ഭാഷയിലേക്ക് തിരികുകയും പിണറായി വിജയൻ്റെ കൃത്യമായിട്ടുള്ള അഴിമതി കഥകൾ ഓരോന്നായി ഭയരഹിതനായി വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടി ഇടതുപക്ഷം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായി. പി.വി. അൻവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നു UDF-ഉമായി സഹകരിക്കണമെന്ന ആഗ്രഹമുണ്ട്, അവർക്ക് കലവറയില്ലാത്ത പിന്തുണ താൻ നൽകും, തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമായി തുടരാൻ തന്നെയാണ് ആഗ്രഹം. തൃണമൂൽ കോൺഗ്രസിന് UDF-ൽ അംഗത്വം കൊടുത്താൽ തീർച്ചയായും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയത്തിനുള്ള പടിയാകും എന്നുള്ളതും ഇപ്പോൾ പി.വി. അൻവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. അൻവറിന് നിലമ്പൂരിലും ഏറനാടും വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറനാട് മത്സരിക്കുന്ന PK ബഷീറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ കൂടി പിന്തുണ വന്നാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭൂരിപക്ഷം കിട്ടും. ഇപ്പോൾ തന്നെ PK ബഷീറിന് ഏറനാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ഓളം വോട്ടിൻ്റെ ലീഡുണ്ട്. കഴിഞ്ഞ തവണയും നിലമ്പൂര് അൻവർ ഭദ്രമായി കൈവെള്ളയിൽ തന്നെ സൂക്ഷിച്ചു. അദ്ദേഹത്തിനെതിരെ വലിയ ശക്തമായ UDF തരംഗം വന്നിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് നിലമ്പൂരിൽ ഇപ്പോഴും അദ്ദേഹം ഷൈൻ ചെയ്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മറന്ന് UDF-ഉമായി സഹകരിക്കാൻ തയ്യാറായ അൻവറിനെ പിണക്കേണ്ട കാര്യമില്ല എന്നാണ് KPCCയുടെ അധ്യക്ഷനായ K. സുധാകരൻ പറയുന്നത്. അൻവർ കേരളത്തിലേക്ക് ഡെറക് ഓബ്രെയിനെയും അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൃഷ്ണനഗർ MP ആയിട്ടുള്ള ലോക്സഭയിലെ തീപ്പൊരി പ്രാസംഗിക മഹുവ മൈത്രയും കൊണ്ടുവന്ന് കേരളത്തിലെ ചില മേഖലകളിൽ കൃത്യമായും തൃണമൂൽ കോൺഗ്രസിന് വേരോട്ടം ഉണ്ട് എന്ന് പറയുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ വളർത്തിയെടുക്കാൻ അൻവറിനെ കൊടുത്ത ദൗത്യം മമതയുടെ ഒരു വലിയ ദീർഘവീക്ഷണമായി തന്നെയാണ് ഡെറക് ഓബ്രെയിൻ പറയുന്നത്. അൻവറിനെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് പരസ്യമായി കളിയാക്കി ചോദിക്കുന്നവരോട് അൻവറിന് നിലമ്പൂർ പിടിച്ചെടുക്കാമെങ്കിൽ ചിലപ്പോൾ ചില അട്ടിമറികളും സംഭവിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പി.വി. അൻവറിന് വലിയ രീതിയിൽ ചില നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം രാഷ്ട്രീയ വിശദീകരണ യോഗം ഉൾപ്പെടെ നടത്തിയിരുന്നു. എന്തുകൊണ്ട് LDF വിട്ടു, എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ തിരിഞ്ഞു, എന്താണ് താൻ ചെയ്ത കുറ്റം, ഇതൊക്കെ പരസ്യമായി തുറന്നു പറയാൻ അൻവർ കാണിച്ച ആ ധൈര്യം, അതിനെ എല്ലാവരും മാനസികപരമായി അതിനെ അംഗീകരിക്കുക. അതുതന്നെയാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്ത്, അതിനകത്തെ ന്യൂനതകൾ, അപാകതകൾ, നിരവധിയായിട്ടുള്ള തന്നിഷ്ടപ്രകാരം എടുത്ത തീരുമാനങ്ങൾ, ഒരുപക്ഷെ അതിനെ എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അതുവഴി വിരോധം വാങ്ങിക്കൂട്ടി VD സതീശിനെയൊക്കെ അനാവശ്യമായി വിവാദത്തിലേക്ക് ഏർപ്പെടുത്തി അവസാനം VD സതീശൻ്റെ വിരോധത്തിന് പാത്രമാവുകയും ചെയ്തു. അതിനാൽ VD സതീശനോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായ അൻവറിനെ ഇനിയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന അഭിപ്രായമാണ് K. സുധാകരൻ പറയുന്നത്. ഇതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. ഇവിടെ ശത്രുതകൾക്ക് ആപേക്ഷികമായിട്ടുള്ള സ്ഥാനമേ ഉള്ളൂ. എക്കാലത്തും രാഷ്ട്രീയത്തിൽ ശത്രുതയും കൊണ്ട് അൻവറിനോട് നടക്കേണ്ട കാര്യമില്ല. അൻവർ UDF-ന് കലവറയില്ലാത്ത പിന്തുണ നൽകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ സഹകരിപ്പിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലേക്ക് പ്രവേശിപ്പിച്ച് നിലമ്പൂർ സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിയൊരുങ്ങുകയാണ്.